പിന്നെ പൂക്കാവടി എന്നപ്പോ ഏൽപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ വൈകുന്നേരം. അച്യുതൻ. എനിക്കിനിപ്പോ അങ്ങോട്ട് പോവാൻ വയ്യട്ടാ. ആ എന്തപ്പോ ഈ പറയുന്ന ഉത്സവത്തിന് ഇനി അധികം ദിവസമില്ല. തറവാട്ടമ്പലാണ്. അതിന് എന്തേലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ കൂട്ടക്കാര് വന്നിട്ട് അപ്പ ചോദിക്കും, ആ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ലേ ഒന്നിന്. കുറവെന്ന് പറഞ്ഞ വാക്ക് പറയരുതട്ടാ. എല്ലാം നന്നായിക്കോട്ടെ. ഇപ്രാവശ്യത്തെ ഉത്സവം അടിപൊളിയായിരിക്കണം. ആ അതാ ഞാൻ പറയണത്. ഇത് നമ്മളെ നാട്ടിലത്തെ ഉത്സവമല്ല, തറവാട്ടിലത്തെ. അപ്പൊ ഈ കുടുംബക്കാര് വന്നിട്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കണ്ടെത്താനാണ് ഇവര് വരിക. നിങ്ങൾ ആ ഹരിനെ ഏൽപ്പിച്ചോളിയും കാര്യങ്ങളൊക്കെ. എല്ലാം ശരിയാക്കി തരുന്നത്. ഞാൻ അച്യുതനോട് പറഞ്ഞു കഴിഞ്ഞേ, പിന്നെ ഇപ്പൊ എന്താ ചെയ്യാ. നന്നാ കാര്യം. ഹരിദാസനാ എന്തേ കാണണം. വാ ഇരിക്കി. എന്തേ രാത്രിയാകുമ്പോ കൊറേ കൊണ്ട് ഇറങ്ങണം വിചാരിക്കണം. ആ പിന്നെ ഇരിക്കി കാര്യം പറയും. ഇരുന്നോ ഇരിക്കടോ. എന്തേ അമ്മൂമ്മോളുടെ വർത്താനം എന്താ? ഇല്ല കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് പോകും. ട്യൂഷനൊക്കെ പഠിക്കുന്നില്ലേ ഇപ്പൊ? ചന്ദ്രത്താണല്ലേ? അമ്മൂനെ അറിയില്ലേ? ഏതാ വളകുട്ടി? ഒരു കുട്ടിയല്ലേ ഉള്ളു. മനസ്സിലായി. ഇവിടെ വന്നിരുന്നു. ആ ഇപ്പൊ പറഞ്ഞപ്പോഴാ മനസ്സിലാവണ. അതാ നിന്റെ മോളല്ലേ? ഞാൻ അന്ന് പറഞ്ഞു. നല്ല പഠിക്കുന്നൊക്കെ പറഞ്ഞു. അതെ നന്നായിരിക്കട്ടെ. സമ്മാനമൊക്കെ കൊടുത്ത് ആ കുട്ടിയാണല്ലേ? ഒരു പുള്ളിയൊക്കെ ഇവിടെ ഉത്സവാണ് നമ്മുടെ തറവാട്ടിലെ. ഭാഗത്തൊക്കെ ഉണ്ടാവണട്ടാ. അടുത്ത മാസാണ്. അധികം ദിവസമല്ലേ, അടുത്ത മാസാണ് പറഞ്ഞിട്ട് കാര്യമില്ല. 10-18 ദിവസമേ ഉള്ളൂ ഇനി. അപ്പൊ ഞാൻ അതിന്റെ കാര്യങ്ങളൊക്കെ വലിയ സജീവമായിട്ട് ഇവിടെ ഉണ്ടാവണം. വേറെന്താ? അമ്മയ്ക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, പ്രായമായില്ലേ. പിന്നെ ഇപ്പൊ ഈ കാലാവസ്ഥന്റെ ഇതുണ്ടേ, മഞ്ഞും കൂടെ ആകുമ്പോ ശ്വാസം മുട്ടലും, ചൂടും രാത്രി ആണെങ്കിൽ മഞ്ഞും, നേരം വെളുക്കോളം ചുമച്ചിട്ട് നിൽക്കൂലേ. നമുക്ക് എന്തോ പറയാണ്ടല്ലോ, എന്തോ ഒരു കാര്യത്തിന് വന്ന പോലെ ഉണ്ട്. എന്തേച്ചാ പറഞ്ഞോ. എങ്ങനെ ഇപ്പൊ ഞാൻ പറയാന്നല്ല. എന്തേ വിഷമം വല്ലതും ഉണ്ടോ? എന്തേലും പ്രശ്നം ഉണ്ടാ? പൈസക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്നാ പറഞ്ഞോട്ടോ, മടിക്കണ്ട. പൈസന്റെ വിഷയം ഞാൻ എന്തെങ്കിലും വേണമെങ്കിൽ അവിടെ ചോദിക്കലില്ലല്ലേ. അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. പണി ഉണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല. എന്ത് പറ്റി പറഞ്ഞോളി. ഇവിടുത്തെ കുട്ടി എങ്ങനെയത് പറയാ. എന്താ വിഷയം? എന്താ കാര്യം? എന്താ രാഹുൽ എന്തേ അവനോട് അകത്തുണ്ട്? എന്തേലും കുരുത്തക്കേട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇവിടെ നാട്ടിൽ എന്തേലും പ്രശ്നം ഉണ്ടാക്കിയോ? ഇല്ല അതൊന്നുമല്ല. കുട്ടിന്റെ കൂടെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുണ്ടോ? എങ്ങനെ? കുട്ടിന്റെ പിന്നാലെ നടന്നിട്ടേ. നിന്റെ മോളെയോ? നിന്റെ മോളെ പിന്നാലെ നടന്നിട്ട് ബുദ്ധിമുട്ടിക്ക്. എന്താണ് പിന്നാലെ നടക്കാനുള്ളത്? എന്താ കാര്യം? എന്താ? ഇടയ്ക്ക് മോള് പറയലുണ്ട്. എന്ത്? അച്ഛാ അവിടുത്തെ കുട്ടി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ സാരില്ല, കാര്യാക്കണ്ട. അങ്ങനത്തെ ആളൊന്നുമല്ലല്ലോ. എന്താ ബുദ്ധിമുട്ടിക്കല് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. എന്താണ് ഈ ബുദ്ധിമുട്ടിക്കല്? എന്താ സംഭവം? എന്താ? ക്ലാസ്സിന് പോകാൻ സമ്മതിക്കില്ല, പിന്നാലെ പോവാ. ക്ലാസ്സിന് പോകണ്ടാന്നോ? പോകണ്ടെന്നല്ല, പിന്നെ കോളേജിക്ക് ഒപ്പം പോകുന്നുണ്ട്. എന്നിട്ട് അവനവളെ ഇഷ്ടാണെന്നൊക്കെ പറഞ്ഞിട്ടേ. ഇവന് അവളേനെ ഇഷ്ടാണ്, നിന്റെ മോളേനെ? എന്നിട്ട് കുട്ടിക്ക് അതൊന്നും താല്പര്യമില്ല. അറിയാലോ, അമ്മ ഇല്ലാതെ നോക്കി വളർത്തിയ കുട്ടിയാ. എന്നിട്ട് എന്താ പ്രശ്നം? എന്തേലും ഉണ്ടായോ? ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. റോട്ടിലിറങ്ങി നടക്കാൻ പറ്റുന്നില്ല കുട്ടിക്ക്. പിന്നാലെ ഒപ്പം പഠിക്കുന്ന കുട്ടികളൊക്കെ ഉള്ളല്ലേ. കുട്ടിക്കാണെങ്കിൽ ഇഷ്ടമല്ലേനും. ഇങ്ങോട്ട് വിളിക്കാത്ത അമ്മാടീനെ വിളിച്ചേ. വേണ്ട, അതല്ല ഞാൻ പറഞ്ഞു. അല്ല, അത് ഞാൻ കൈയൊഴിഞ്ഞ കേസാ. എനിക്കറിയത് ഇത് ഇങ്ങനെ വരുള്ളൂ എന്നുള്ളത് എനിക്കറിയാം. അത് ഇവിടുത്തെ ഈ തറവാട്ടിലെ പാരമ്പര്യം അല്ലാതെ. പറഞ്ഞാ മതി, അതുകൊണ്ട് വിളിക്കട്ടെ. ബുദ്ധിമുട്ടിക്കണ്ട. ഇയാളെ അറിയോ? ഇയാളെ അറിയോ? അറിയോ? ഇയാളെ മോളെ ചീത്തൊന്നും പറയണ്ട. അല്ല ചീത്ത പറയല്ല, ഈ ഉണ്ടായിരിക്കും. ഇയാളെ മോളെ അറിയോ? അറിയോടാ? ഈ കുട്ടിയുടെ പിന്നാലെ നടന്നിട്ട് എന്തേലും ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ബുദ്ധിമുട്ടിക്കുന്നുണ്ടോന്ന്? ചീത്ത പറയണം. ചീത്ത പറയും. ഇങ്ങോട്ടായിരിക്കും. അവിടെ ഇരിക്കും. ചോദിക്കട്ടെ, എന്താ വിഷയം? എന്താ? കുട്ടിക്ക് ഇഷ്ടമല്ല. കുട്ടിക്ക് ഇഷ്ടം. ഞാൻ കുട്ടീന്റെ പിന്നാലെ നടന്നിട്ടില്ല. പോവാ. പിന്നെ ഈ മനുഷ്യൻ വെറുതെ കയറി വരൂ? കുട്ടിക്കാലം മുതല് ഞാൻ അറിയുന്ന ആളാത്. നീ ആളെ ക്രോസ് ചെയ്യണ്ട. ഈ ഇവിടെ ചോദിച്ചതിന് മറുപടി പറയും. നീ ആ കുട്ടിയുടെ പിറകെ നിന്റെ മോളെ പേരെന്താ? അമ്മു. അമ്മുവിന്റെ പിറകെ നീ നടന്നിട്ടുണ്ടോ? ഉണ്ടോ? അടിച്ചിട്ട് ഞാൻ നിന്നുണ്ടല്ലോ. ആൺപിള്ളേരാകുമ്പോ പെണ്ണിന്റെ പിറകെ നടക്കുക.
റൈസ് ആവണ ആ കുട്ടിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞോടത്തേക്ക് പിന്നെ നീ പോണ്ട കാര്യം എന്താണ്? ആ കുട്ടിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ കുട്ടിയുടെ പിറകെ നടക്കണ്ട. ആ കുട്ടിയുടെ അച്ഛനാ നിക്കണ്. എന്റെ മുന്നിൽ വെച്ചിട്ട് തൊള്ളേ തോന്നിയ പറഞ്ഞാണ്ടല്ലോ പൊന്നു ഞാൻ കുഴിക്കും. വൃത്തികെട്ടവൻ. ഹേയ്, ഇങ്ങനെ ഒന്നും ജനിച്ചല്ലോ ഇവിടെ തറവാട്ടില് അല്ലേ? നീ ഒരു പേടിയും പേടിക്കണ്ട. കയ്യും കാലും കൊത്തിയിട്ട് ഞാൻ ഇവിടെ ഇട്ടോളാം. നിന്റെ കുട്ടിക്ക് ഒരു ദോഷം വരില്ല. അതിന്റെ കേസ് ഞാൻ തീർച്ചയാക്കിക്കോളാം കേട്ടാ. നിന്നെ പറഞ്ഞാ മതി, വളർത്തിയതിന്റെ ദോഷം അതൊക്കെ. ഹരിദാസൻ കരയണ്ട. ഇനി ഇവളുടെ ഭാഗത്തുനിന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. മോള് ധൈര്യമായിട്ട് സ്കൂളിലും കോളേജിലും ഞാൻ എങ്ങനെ ഇവിടെ ഒന്ന് പറയാൻ എനിക്കറിയില്ല. ഇങ്ങനെയുണ്ടോ ഒരു അക്രമം? ഹരിദാസൻ പൊക്കം, ഞാൻ നോക്കിക്കോളാം. അതും വേണ്ട. കാല് പിടിക്കേ. നിന്റെ കുട്ടിക്ക് ഒരു ദോഷം ഉണ്ടാവില്ല, ഒരു ദോഷം ഉണ്ടാവില്ല. ഞാനാ പറയുന്നത്. ഇത് എന്റെ മോനാണെങ്കിൽ ഞാൻ കൈ കഴിഞ്ഞ കേസാ. കാല് കൊത്തിയിട്ട് ഞാൻ അതിന്റെ മൂലക്ക് ഇട്ടോ. തിന്നാൻ കൊടുത്താലും വേണ്ട, ഒരു മൂലക്ക് കിടന്നോളൂല്ലോ. നീ പോയിക്കോ, എന്താസം പോയിക്കോ, എന്താസം പോയിക്കോ. ഒരു പേടിയും വേണ്ട. നിന്റെ മോൾക്ക് ഒരു ദോഷം ഉണ്ടാവില്ല. എന്റെ മകൻ കാരണം ഒരു ദോഷം ഉണ്ടാവില്ല. പോരെ? ഇല്ല, ഒന്നും ചെയ്യില്ല. ഞങ്ങള് പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. ഇല്ല, ചേട്ടൻ പറഞ്ഞ പോലെ ഇവിടെ കിടക്കും. പേടിക്കണ്ട, 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 പേടിക്കണ്ട. പോയിക്കോളൂ, പോയിക്കോളൂ. പോയിക്കോ ഹരിദാസൻ, പോയിക്കോ, പോയിക്കോ, പോയിക്കോ. ഒരു ദോഷം ഉണ്ടാവില്ല. ഞാൻ ഉറപ്പ് തന്നു. ഞാനാ പറയുന്നത്. ഒരു ദോഷം ഉണ്ടാവില്ല. പോയിക്കോ, 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 പോയിക്കോ. ഞാൻ ആദ്യം മുതൽ പറയേണ്ടത് നിന്നോട്, ചെക്കന്റെ പോക്ക് ശരിയല്ല, ശരിയല്ല. ഒന്നും രണ്ടും ആളുകളല്ല എൻ്റെ അടുത്ത് പല പല കാര്യങ്ങൾ പറയുന്നത്. എന്താ അതിനാ വേണ്ടത്? പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാ വേണ്ടത്. പെൺകുട്ടികളെ ശല്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈ പടി കണ്ട് കേറില്ല. കര കടത്തിക്കോ അതിനെ നിങ്ങളുടെ പെങ്ങളുടെ അടുത്തേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കയ്യും കാലും മുറിച്ചിട്ട് ഒരു മൂലക്ക് ഇടുക, എന്നിട്ട് തിന്നാൻ കൊണ്ടുകൊടുക്കുക. അവിടെ കിടന്ന ഇടയട്ടെ ജന്തു. നാണുണ്ടോ പെൺകുട്ടികളുടെ പിറകെ നടന്നിട്ട്? അഹങ്കാരം പറയണ കേട്ടില്ലേ? ഇപ്പൊ ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് പറയണ കേട്ടില്ലേ? എന്താ അതിനൊക്കെ പറയാ? വല്ലാത്തൊരവസ്ഥ. ആശിച്ചു മോഹിച്ചൊന്നും ഉണ്ടായതാ അത് ഇങ്ങനെ. ആൺകുട്ടികൾ ഉണ്ടാവാൻ ഏറെക്കുറെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഇതുപോലത്തെ വിത്തുകളാണെങ്കിൽ ഉണ്ടല്ലോ, മക്കളില്ലാതിരിക്കാ നല്ലത്.